എല്ലാവർക്കും ടോക്ക് ടൈം അക്കാദമിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോട്ടോഷോപ്പിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന 10 ടെക്സ്റ്റ് എഫക്റ്റുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഐകാർഡിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ആ വീഡിയോ കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ഫോട്ടോഷോപ്പിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന 4 അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കളർ ഗ്രേഡിങ്ങും പിന്നെ 2 എല്ലാവർക്കും ചെയ്തെടുക്കാവുന്ന വളരെ എളുപ്പത്തിലുള്ള കളർ ഗ്രേഡിങ്ങുമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കളർ ഗ്രേഡിംഗ് എന്ന് നിങ്ങൾക്കറിയാം, നമുക്ക് ഡിസൈനിങ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഭാഗം കൂടിയാണ് കളർ ഗ്രേഡിംഗ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ഈ ഹ്യൂ ആൻഡ് സാച്ചുറേഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഒരുപാട് കണക്കും കാര്യങ്ങളൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുക. അപ്പോൾ അല്പം ബോർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ബോർ അടിക്കരുത്, വളരെ കൃത്യമായിട്ട് വളരെ താല്പര്യത്തോടു കൂടി നമ്മുടെ വീഡിയോ കാണുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കളർ ഗ്രേഡിംഗ് അങ്ങോട്ട് എക്സ്പേർട്ട് ആവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും നമ്മുടെ വീഡിയോ പൂർണ്ണമായും കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫോട്ടോഷോപ്പിലെ ഓട്ടോ കളർ ഗ്രേഡിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഫോട്ടോ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഫോട്ടോയിലാണ് നമ്മൾ ഇനി കളർ ഗ്രേഡിംഗ് നടത്താൻ പോകുന്നത്. അതിനു വേണ്ടി നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇവിടെ ഓപ്പൺ ആക്കണം. അപ്പോൾ നമ്മളിവിടെ ലെയർ വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇവിടെ ഓപ്പൺ ആവും. ഇവിടെ നിന്ന് നമുക്ക് കേവ്സ് ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ കേവ്സ് ഓപ്പൺ ആക്കുക. ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഐ ഡ്രോപ്പറുകളാണ്. ഈ ഐ ഡ്രോപ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഓട്ടോ കളർ ഗ്രേഡിംഗ് ഫോട്ടോഷോപ്പിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഐ ഡ്രോപ്പർ ഉണ്ടല്ലോ, ഈ ഐ ഡ്രോപ്പർ ഷാഡോ ഐ ഡ്രോപ്പറാണ്. ഇപ്പോൾ ഈ ഐ ഡ്രോപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഒരു ഇമേജിലെ ഷാഡോ കാര്യങ്ങളിലൊക്കെ എഡിറ്റിങ്ങിൽ മാറ്റം വരുത്തുന്നത്. രണ്ടാമതായിട്ടുള്ള ഐ ഡ്രോപ്പറിൻ്റെ പേരാണ് മിഡ് ടോൺ കളർ, അഥവാ മിഡ് ടോൺ കളർ എന്ന് പറഞ്ഞാൽ ഷാഡോൻ്റെയും ഹൈലൈറ്റിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ആ ഒരു കളർ ഉണ്ടല്ലോ, അതാണ് മിഡ് ടോൺ കളർ. അപ്പോൾ നമ്മുടെ ഫോട്ടോയിലുള്ള അങ്ങനത്തെ കളറുകൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിഡ് ടോൺ കളർ പാനൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമതായിട്ടുള്ളത് ടാർഗറ്റ് ഹൈലൈറ്റ് കളർ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 തരത്തിലുള്ള കളർ ഡ്രോപ്പറാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഷാഡോ പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളത്, പിന്നെ മിഡ് ടോൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും നടുവിലുള്ള അഥവാ ബ്രൈറ്റിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഷാഡോൻ്റെ ഇടയിലുള്ള കളറുകൾ, പിന്നെ ഉള്ളത് ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള ഹൈലൈറ്റ് കളറുകൾ. ഓക്കെ, അപ്പോൾ ഈ 3 കളറുകളിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് പ്രധാനമായിട്ടും നമ്മൾ നല്ല നല്ല കളർ ഗ്രേഡിയൻറ്റുകൾ ഫോട്ടോഷോപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് മനസ്സിലായല്ലോ അല്ലേ? അപ്പം നമ്മളിത് എവിടെ നിന്നാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് കൃത്യമായിട്ട് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ വന്നുകൊണ്ട് ഇവിടെ കേവ് സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ഓർത്ത് വെക്കുക. ആദ്യമായിട്ട് നമ്മളിവിടെ കളർ ഗ്രേഡിങ് സെലക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷാഡോക്കാണ്. ഷാഡോ ഐ ഡ്രോപ്പറിനാണ് കളർ എടുക്കാൻ പോകുന്നത്. ഷാഡോ ഐ ഡ്രോപ്പറിൽ വന്നിട്ട് ഹ്യൂ സെലക്ട് ചെയ്തു. ഹ്യൂവിൽ നമ്മൾ 234 എടുത്തുകൊണ്ട് ബ്ലൂ ആണ് കൊടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് സാറ്റുറേഷൻ ആണ്. സാറ്റുറേഷൻ നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത് ഒരു 42 ആ ഒരു ലെവലിൽ വരുന്ന സാറ്റുറേഷനാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. പിന്നീട് നമുക്ക് വേണ്ടത് ബ്ലൂ ആണ്. ബ്ലൂ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 22 വരുന്ന ബ്ലൂ ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ 22 വരുന്ന ബ്ലൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം ഈ കണക്കുകളെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. യെസ്. ഇനി അടുത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് മിഡ് ടോണിനാണ്. മിഡ് ടോണിനാണ് നമ്മളിനി കൊടുക്കാൻ പോകുന്നത്. ഡബിൾ ക്ലിക്ക് അടിക്കുന്നു, കളർ പാലറ്റ് ഓപ്പൺ ആക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ ഒരു ബ്രൗണിഷ് എഫക്റ്റാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഹ്യൂ സെലക്ട് ചെയ്യുന്നു. എന്നിട്ടൊരു 326 ലെവലിലാണ് നമുക്കിവിടെ എടുക്കേണ്ടത്, റേഞ്ച് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്നും കുറച്ച് പിങ്ക് ആയിട്ടുള്ള ഒരു കളർ ഇവിടെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സാച്ചുറേഷനിൽ വന്നുകൊണ്ട് നമ്മളൊരു 38 കളർ ലെവൽ കൊടുക്കാൻ പോവാണ്. 38 കളർ ലെവൽ, ഇപ്പോൾ 98-ലാണുള്ളത്, നമുക്കൊരു 38-ലേക്ക് വരണം. ഓക്കെ, 38 കളർ ലെവലായി. ഇനി അടുത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് 52 ആണ്. ബ്ലൂവിന് കൊടുക്കാൻ പോകുന്നത് ഒരു 52 ലെവലിലാണ് ബ്ലൂവിന് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, 52 ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഓക്കെ കൊടുക്കുന്നു. യെസ്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഹൈലൈറ്റിനാണ്. ഹൈലൈറ്റ് ഐ ഡ്രോപ്പറിനാണ്. ഹൈലൈറ്റ് ഐ ഡ്രോപ്പറിൽ വന്നുകൊണ്ട് സാച്ചുറേഷൻ സെലക്ട് ചെയ്യുന്നു. സാച്ചുറേഷൻ നമുക്ക് വേണ്ടത് ഒരു 35 ലെവലിലാണ് സാച്ചുറേഷൻ വേണ്ടത്. ഓക്കെ, 35 ലെവലിൽ സാച്ചുറേഷൻ.
എന്നിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, യെല്ലോ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു യെല്ലോ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുന്നു. യെസ്. ഇനി നമ്മൾ ഇതിലെ ഓരോ ഐ ഡ്രോപ്പർ എടുത്തുകൊണ്ട് നമ്മൾ ഇമേജിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു കളർ ഗ്രേഡിംഗ് വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഷാഡോ ഐ ഡ്രോപ്പറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഐ ഡ്രോപ്പർ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഇമേജിലെ ഏറ്റവും ഡാർക്കസ്റ്റ് ഏരിയകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ കളർ ഗ്രേഡിംഗ് വരും. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, ഇമേജിൽ ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ളൊരു ഏരിയ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ കണ്ടോ, ഇങ്ങനൊരു കളർ ഗ്രേഡിംഗ് എഫക്റ്റാണ് നമുക്ക് കിട്ടിയത്. കുഴപ്പമില്ല, എന്നാലും അങ്ങോട്ട് വൃത്തിയായിട്ടില്ല. ഇനി നമ്മൾ അടുത്തത് നമ്മളെ മിഡ് ടോൺ കളർ പാനൽ വെച്ച് നോക്കുകയാണ്. മിഡ് ടോൺ ഐ ഡ്രോപ്പർ വെച്ചുകൊണ്ട്, മിഡ് ടോൺ എന്ന് അറിയാലോ, ഒരു മീഡിയം ലെവലിൽ വരുന്ന ഹൈലൈറ്റും അല്ല എന്നാൽ ഏറ്റവും ഡാർക്കസ്റ്റും അല്ല, അങ്ങനെ ഇടയിൽ വരുന്നതാണ് മിഡ് ടോൺ. അപ്പോൾ മിഡ് ടോൺ ആയിട്ടുള്ളൊരു കളർ നമുക്ക് കൊടുത്തു നോക്കാം. ഓക്കെ, ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനും നല്ല രസത്തിലുള്ള ഒരു കളർ ഗ്രേഡ് ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു മിഡ് ടോൺ കളർ എഫക്റ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മളെ ഹൈലൈറ്റിൽ എന്ത് ചെയ്യാം, ഒന്ന് ഐ ഡ്രോപ്പർ കൊടുത്തു നോക്കാം. നമുക്കിവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ള കളറ് ഈ മഞ്ഞ തന്നെയാണ്, ഒരു ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലേ, എല്ലായിടത്തും ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. നമുക്ക് മഞ്ഞയിലൊന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കളർ എഫക്റ്റാണ് നമുക്ക് കിട്ടിയത്. ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കളറുകൾ എന്ത് ചെയ്യും, ഇവിടെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇങ്ങനെ നല്ല നല്ല കളർ എഫക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിതാ മിഡ് ടോണിൽ പോയിക്കൊണ്ട് ഇവിടെ റോഡ് ഇവിടെ സെലക്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഒരു വേറെ കളർ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏരിയകൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, കളർ മാറുകയും മാറാതിരിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ മൊത്തം കളർ ഗ്രേഡിങ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് കളർ ഗ്രേഡിങ് ചെയ്തെടുക്കാമെന്ന് ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വേറൊരു ഇമേജിലുള്ള കളർ ഗ്രേഡിങ്. അതെങ്ങനെ നമ്മുടെ ഈ മറ്റൊരു ഇമേജിലേക്ക് കൊണ്ടുവരാം, അതാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഇമേജിലുള്ള ഈ കളർ ഗ്രേഡിങ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഇമേജിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. നമ്മൾ നോക്കിക്കോ, നമ്മൾ ഈ ഇമേജ് എന്ത് ചെയ്യുക, ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് നമ്മുടെ ഒന്നാമത്തെ ഇമേജിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, ഇവിടെ കൊണ്ടുവന്നിട്ടു. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഈ സ്ക്രീനൊന്ന് ഫില്ലാക്കി ഇടണം. ഇതിപ്പോൾ ഓൾറെഡി ഫില്ലാണ്, അതുകൊണ്ട് ഫില്ലാക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മളിവിടെ ഫിൽറ്റർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്ലറിന് കീഴിലായിട്ട് നമുക്കിവിടെ ഗോഷൻ ബ്ലർ എന്ന് കാണാൻ സാധിക്കും. ഈ ഗോഷൻ ബ്ലർ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ ഇങ്ങനെ ചേഞ്ച് ചെയ്തെടുക്കുക നമുക്ക് ആവശ്യാനുസരണം. വല്ലാതെ അങ്ങോട്ട് ബ്ലറാക്കണ്ട, എന്നാൽ അതിലുള്ള ഒബ്ജക്റ്റുകൾ കൃത്യമായിട്ട് കാണും വേണ്ട, ആ ഒരു ലെവലിലാണ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ഈ ഒരു ലെവലിൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ മോഡ് ഇനി മാറ്റാൻ പോവുകയാണ്. മോഡ് നമുക്ക് പല രൂപത്തിൽ മാറ്റാം. ഇവിടെ ഇങ്ങനെ ഈ ഒരു ആരോ കീ അടിയിലേക്ക് ഇട്ടുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള മോഡ് ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ എന്ത് ചെയ്യുക, ആ മോഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിങ്ങനെ കീബോർഡിൽ ആരോ കീ അമർത്തി കഴിഞ്ഞാൽ ഓരോ മോഡും ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡ് കുഴപ്പമില്ല അല്ലേ. ഓവർലേ മോഡ് ഇതൊരു രസമുണ്ട്, നല്ലൊരു കളർ ഗ്രേഡിയൻ്റ് ആണ്. അതുപോലെ തന്നെ അങ്ങനെ എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ ഓരോ മോഡും ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുക ഏതാണ് കാണാൻ രസമെന്ന്. അപ്പോൾ ഈ ഒരു മോഡും കുഴപ്പമില്ല, കുറച്ച് വൃത്തിയുണ്ട്. പിന്നെ ഈ ഒരു മോഡും കുഴപ്പമില്ല, കുറച്ച് വൃത്തി വരുന്നുണ്ട്. അപ്പോൾ ഓവർലേ മോഡാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, ഓവർലേ മോഡ് തന്നെ കൊടുക്കാം അല്ലേ. കുഴപ്പമില്ലാത്ത നല്ല രസമുള്ള ഒരു മോഡാണിത്. ഇനി നിങ്ങൾ മാർക്കറ്റ് ടൂൾ ഉപയോഗിച്ച് ഇങ്ങനെ നീക്കി നോക്കൂ, കണ്ടോ, ആ ഒരു കളർ ഗ്രേഡിയൻ്റ് വരുന്നതും കളർ ഗ്രേഡിയൻ്റ് വരാത്തതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക, മറ്റൊരു ഇമേജിലുള്ള കളർ ഗ്രേഡിയൻ്റ് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ഇമേജിലേക്കും കൊണ്ടുവന്ന് എടുക്കാവുന്നതാണ്. വളരെ എളുപ്പമല്ലേ. ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ഈ സിനിമാറ്റിക് പോസ്റ്ററിലൊക്കെ കാണുന്ന പോലുള്ള സോഫ്റ്റ് ഗ്രേ കളർ എങ്ങനെ ഇമേജിൽ കൊണ്ടുവരാമെന്നാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ പോകുന്നു. ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ പോയിട്ട് നമ്മളിവിടെ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യുന്നു. ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ റിവേഴ്സ് കൊടുക്കുന്നു. റിവേഴ്സ് കൊടുത്തതിന് ശേഷം ഇവിടെ ലീനിയർ മാറ്റി നമ്മൾ റേഡിയൽ ആക്കുന്നു. എന്നിട്ട് ഇവിടെ 90 ഡിഗ്രി തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. 90 ഡിഗ്രി കൊടുത്തതിന് ശേഷം ഇവിടെ കളർ കൊടുക്കാൻ പോകുന്നതാണ്. ഇവിടെ ഡബിൾ ക്ലിക്ക് അടിച്ചാൽ മതി, അപ്പോൾ ഈ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഒരു ഡബിൾ ക്ലിക്ക് അടിച്ചു, വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു ഗ്രേഡിയൻ്റ് ആണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അത് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇവിടെയും ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് അല്ലേ, നമ്മൾ എഡിറ്റിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ലെവലിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്ക് തിരിച്ചു വരുന്നു. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്ക് തിരിച്ചു വന്നിട്ട് ഇവിടെ ചാനൽ മിക്സർ എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഈ ചാനൽ മിക്സർ എന്ന ഓപ്ഷൻ ഓപ്പൺ ആക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ ഗ്രീൻ എന്ത് ചെയ്യുന്നു, ഒരു -100 കൊണ്ടുവരാണ്. -100 കൊണ്ടുവന്നു. ഓക്കെ,
അതിനുശേഷം നമ്മളിവിടെ ബ്ലൂ 0 കൊടുക്കുന്നു. അടുത്തത് നമ്മൾ വീണ്ടും നമ്മുടെ ലെയർ അഡ്ജസ്റ്റ്മെൻറ്റ്സിലേക്ക് പോകുന്നു. അവിടെ നിന്നും ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ഓപ്പൺ ആക്കി എടുക്കുന്നു. ഹ്യൂ ആൻഡ് സാച്ചുറേഷനിൽ നമ്മളിവിടെ മാസ്റ്റർ ഒഴിവാക്കിയിട്ട് റെഡ്സ് ആണ് ഓപ്പൺ ആക്കുന്നത്. റെഡ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മളിവിടെ ഒരു സാച്ചുറേഷൻ നമ്മളിവിടെ ഒരു 26 കൊടുക്കാൻ പോവുകയാണ്. സാച്ചുറേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 26 സംതിങ് കൊടുക്കാം. ഹ്യൂ നമുക്കൊരു 5 കൊടുക്കാം. ഒരു 5 ലെവലിൽ ഹ്യൂ കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ സാൻസിൽ പോയിക്കൊണ്ട് സാൻസ് ഓപ്പൺ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഹ്യൂ ഒന്ന് എന്ത് ചെയ്യുക, അല്പം കൂട്ടി കൊടുക്കുക. ഇപ്പോൾ കണ്ടല്ലോ ഈ ഒരു ലെവലിലെത്തി. നമ്മൾ റെഡാണ് ഇവിടെ കൊടുക്കുന്നത്. കണ്ടോ, ഇതിങ്ങനെ വളരെ രസകരമായ ഒരു കളർ ഗ്രേഡിങ് അല്ലേ. നമ്മളിങ്ങനെ ഈ മൂവി പോസ്റ്ററിലൊക്കെ കാണുന്ന ഒരു ലുക്കാണിത്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് സിമ്പിളായിട്ടൊരു ഫോട്ടോനെ ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് എഡിറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ ഈ ഇമേജാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇമേജിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യാൻ അറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. Ctrl+J അമർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ഇവിടെ ക്രിയേറ്റ് ആയി. അതിനുശേഷം നമ്മളിവിടെ ഫിൽറ്ററിൽ പോവുക. ഫിൽറ്ററിൽ പോയതിന് ശേഷം ഇവിടെ ക്യാമറ റോ ഫിൽറ്റർ എന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പൺ ആക്കുന്നു. അപ്പോൾ നമുക്ക് മുമ്പിൽ ഇവിടെ ക്യാമറ റോ എന്ന ഓപ്ഷൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലാണ് എഡിറ്റിംഗ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ ഒരു 10 കൊടുക്കാം. നമുക്ക് ടെമ്പറേച്ചർ ഒരു 10 കൊടുക്കാം. അതിനുശേഷം കോൺട്രാസ്റ്റ് എന്ത് ചെയ്യാം, നമുക്കൊരു 5 കൊടുക്കാം. ഒരു 5 ലെവലിൽ എന്ത് ചെയ്യാം, കോൺട്രാസ്റ്റ് കൊടുക്കാം. അതിനുശേഷം ഹൈലൈറ്റ് നമുക്ക് ഒരു 27 ലെവലിൽ കൊടുക്കാം. 27 ലെവലിൽ ഹൈലൈറ്റ്. അതിനുശേഷം ഷാഡോ നമുക്കൊരു 56 ലെവലിൽ ഷാഡോ 56 ലെവലിൽ ഷാഡോ കൊടുക്കാം. വൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 22 ലെവലിൽ കൊടുക്കാം വൈറ്റ്. ബ്ലാക്ക് നമുക്കൊരു 30 ലെവലിൽ കൊടുക്കാം. ബ്ലാക്ക് 30 ലെവലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. വൈബ്രൻസ് നമുക്ക് ഒരു 10 ലെവലിൽ കൊടുക്കാം. വൈബ്രൻസ് 10 കേട്ടോ. ഇപ്പം നമ്മൾ ബേസിക്സിലാണുള്ളത്. ഇനി നമ്മൾ കേവ്സിലേക്ക് പോവുകയാണ്. കേവ്സിലേക്ക് പോകുമ്പോൾ പാരാമെട്രിക്കിലേക്ക് കൊണ്ടുപോവുക. പാരാമെട്രിക് എന്ത് ചെയ്യുക, പോയിന്റിലേക്ക് വരിക. എന്നിട്ട് നമ്മളിവിടെ ഇൻപുട്ട് ഒരു 194ഉം ഔട്ട്പുട്ട് ഒരു 207 വരുന്ന ലെവലിൽ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുക. ഓക്കെ. അപ്പം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. 194 നമുക്ക് വേണ്ടത്. 194. ഔട്ട്പുട്ട് നമുക്ക് വേണ്ടത് 207. ഓക്കെ, ഈ ഒരു ലെവലിൽ. അതിനുശേഷം നമ്മളിവിടെ HCL ഗ്രേ സ്കെയിൽ വരുന്നു. HCL ഗ്രേ സ്കെയിൽ വന്നതിന് ശേഷം ഇവിടെ നമ്മൾ മൈനസ് കണക്കിലാണ് എല്ലാം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ റെഡ് എന്ത് ചെയ്യാം, നമുക്കൊരു -5 കൊടുക്കാം. -5 റെഡ്. അതിനുശേഷം ഓറഞ്ച് ഒരു -6 ലെവലിൽ. ഓറഞ്ച് ഒരു -6. അതിനുശേഷം യെല്ലോ നമുക്കൊരു -100 ലെവലിൽ. ഓക്കെ, -100. അടുത്ത നമ്മൾ സാച്ചുറേഷനിലേക്ക് പോകുന്നു. സാച്ചുറേഷനിൽ നമ്മൾ റെഡ് എന്ത് ചെയ്യുന്നു, ഒരു 34 കൊടുക്കുകയാണ്. 34 റെഡ്. അതിനുശേഷം യെല്ലോ നമ്മൾ ഒരു -65 ലെവൽ കൊടുക്കുകയാണ്. -65 ലെവൽ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഗ്രീൻസ് ഇവിടെ -100 കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഈ ഫോട്ടോ ഇങ്ങനെ വളരെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ബാക്കിയൊക്കെ ബ്ലാക്ക് ആയിട്ട് ഈ ഫോട്ടോൻ്റെ ഈ ഹൈലൈറ്റ് മാത്രം ഇങ്ങനെ രസകരമായ രീതിയിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതുകൊണ്ടുള്ളൊരു ഉപകാരം. ഇനി നമ്മൾ ലുമിനോസിൽ പോവുകയാണ്. ലുമിനോസിൽ പോയിട്ട് ഓറഞ്ച് ഒരു 14 കൂടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടെ പൂർണ്ണമാവും. ഓറഞ്ച് ഒരു 14 കൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒന്നും കൂടിയും അട്രാക്റ്റീവായി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന ഈ ഒരു ഇമേജിനെ നമ്മൾ ഈ ഒരു കോലത്തിലാക്കി മാറ്റി. മനസ്സിലായോ? ഇങ്ങനെ ഇരുന്ന ഇമേജ് നമുക്ക് 2 ഇമേജ് എന്ത് ചെയ്യാം, ഒന്ന് മിനിമൈസ് ചെയ്ത് നോക്കാം. ഈ ഇമേജ് ഒന്ന് മിനിമൈസ് ചെയ്ത് നോക്കാൻ മനസ്സിലാവും. അങ്ങനെ ഇരുന്ന ഇമേജിനെ നമ്മൾ എന്ത് ചെയ്താക്കി, കളർ ഗ്രേഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ലെവലിലാക്കി മാറ്റി. ഓക്കെ, നല്ലൊരു കളർ ഗ്രേഡിംഗ് ആണ് നമ്മൾ നടത്തിയത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഈ പോസ്റ്റർ ഡിസൈൻ സമയത്തൊക്കെ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കളർ ഗ്രേഡിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലോക്ക് ആദ്യം ഓപ്പൺ ആക്കാം നമുക്ക്. ഓക്കെ, ലോക്ക് ഓപ്പൺ ആക്കി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇതൊരു ക്ലാസിക് ബാക്ക്ഗ്രൗണ്ടാണ്. ഇതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഇമേജിൽ കൊണ്ടുവന്നിടുന്നു. എന്നിട്ട് ഇതെന്ത് ചെയ്യുക, നമുക്കൊന്ന് വലിപ്പം കൂട്ടാം. ഓക്കെ, ഇമേജ് അത്ര വലിയ ക്ലാരിറ്റി ഉള്ള ഇമേജ് അല്ല, അതുകൊണ്ട് മൊത്തം പിക്സലൈറ്റ് ആയിരിക്കും കിടക്കാം. പക്ഷെ നമുക്ക് കളർ ഗ്രേഡിങ്ങിന് ഉദാഹരണം എന്ന നിൽക്കാൻ മാത്രമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഇമേജ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ലെയർ എക്സ്ട്രാ തന്നെ നമുക്ക് ഒഴിവാക്കാം.
നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇമേജിനെ ഏറ്റവും അടിയിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, നമ്മൾ ഈ ഇമേജിനെ ഇപ്പോൾ ഏറ്റവും അടിയിലേക്ക് കൊണ്ടുവന്നു. ഇനി നമ്മൾ പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇമേജ് ഇരുന്നാൽ ചിലപ്പോൾ നമുക്ക് ടൈറ്റിലൊക്കെ ചെയ്ത് കൃത്യമായിട്ട് കണ്ടോളണമെന്നില്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് അടിയിലേക്ക് ഇട്ടിട്ട് ഇവിടെ ഈ ഒരു മോഡിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ മോഡിലുള്ള വരുന്നതനുസരിച്ച് ഈ ഇമേജ് ഇങ്ങനെ അതിനോട് ഇങ്ങനെ ലയിച്ച് ചേരും. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഇത് നല്ലൊരു എഫക്റ്റ് അല്ലേ ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ പോസ്റ്റർ ഡിസൈനിങ് സമയത്ത് സിമ്പിളായിട്ട് ഒരു ഇമേജിനെ എന്താക്കാം, നമ്മളെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ഇങ്ങനെ ലയിച്ച് ചേർപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നല്ലൊരു കളർ ഗ്രേഡിയൻ്റാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ നല്ല ഇപ്പോൾ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ലീനിയർ ബേണാണ്. ലീനിയർ ബേൺ ചെയ്തപ്പോൾ കണ്ടോ നല്ലൊരു പോസ്റ്റർ ലുക്കിൽ നമുക്കിപ്പോൾ ടൈറ്റിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നല്ല കളർ ഗ്രേഡിങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ താഴെ കൊണ്ടുവന്ന് ഇടുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഈ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചാണ് ഇത് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറുന്നത്, സെറ്റായിട്ട് മാറുന്നതെന്ന് ചുരുക്കം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ മാറി മറിയുന്നത്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് മഞ്ഞ കൊടുക്കുകയാണ്. ഇപ്പം മഞ്ഞ കൊടുക്കാനുള്ള വ്യത്യാസം നോക്കിക്കോട്ടോ. കണ്ടോ, മഞ്ഞ കൊടുക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലാണ് ലിനിയർ ബേൺ ചെയ്യുമ്പോൾ കിട്ടുന്നത്. മഞ്ഞ കൊടുത്തതിന് ശേഷം നമ്മൾ വേറെ ലെവലിൽ കൊണ്ടുവരുമ്പോൾ മഞ്ഞക്ക് അനുസൃതമായിട്ടുള്ള രീതിയിലേക്ക് മാറും. ഇപ്പം ഇതൊക്കെ കണ്ടു, ഇതൊക്കെ മൾട്ടിപ്ലൈ ഒക്കെ മഞ്ഞക്ക് നല്ല ഒരു രസം തോന്നിയിട്ടുണ്ട്. ഓക്കെ, മൾട്ടിപ്ലൈ ഉണ്ടെങ്കിൽ മഞ്ഞ ഒരു രസമായിട്ട് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോന്ന് നമ്മൾ അടിയിലുള്ള ആ ഒരു കളർ പാലറ്റിന് അനുസൃതമായിട്ടായിരിക്കും ഇവിടെ എന്ത് ചെയ്യുക, ഇമേജിന് മാറ്റങ്ങൾ സംഭവിക്കാമെന്ന് അർത്ഥം. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു തന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കളർ ഗ്രേഡിങ്ങിനെ കുറിച്ചിട്ടാണ്. ഇനി നമ്മൾ ഏതൊരാൾക്കും മിനിമലായിട്ട് കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന 2 രീതികളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ കീബോർഡിൽ Ctrl+U എന്ന് അമർത്തി കഴിഞ്ഞാൽ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എന്നൊരു പാനൽ നമുക്ക് മുമ്പിൽ ഓപ്പൺ ആയിട്ട് വരും. ഈ പാനലിൽ നമ്മൾ ഏതെങ്കിലും ഡിസൈൻ നമുക്ക് മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് ഹ്യൂവിൻ്റെ അളവിന് അല്പം ഇങ്ങനെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ കളറിങ്ങിൽ എന്ത് ചെയ്യും, മാറ്റങ്ങൾ വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വ്യത്യസ്ത കളർ കോമ്പിനേഷനുള്ള ഇമേജുകളെ വേറൊരു കളർ കോമ്പിനേഷനിലേക്ക് മാറ്റുന്നതിന് ഈ ഹ്യൂവിൻ്റെ കളർ ഗ്രേഡിങ്ങിൽ എന്താ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇമേജ്, അതിനെ നമുക്ക് എന്താകാം, അതിൻ്റെ സാറ്റുറേഷൻ കുറച്ചുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ സാറ്റുറേഷൻ കൂട്ടിക്കൊണ്ട് മങ്ങി നിൽക്കുന്ന ഇമേജുകളുടെ ആ ഒരു ലൈറ്റ്നെസ് അല്പം ഒന്ന് കൂട്ടിയെടുക്കാനൊക്കെ നമുക്ക് സാറ്റുറേഷൻ്റെ ഗ്രേഡിങ്ങിൽ മാറ്റം വരുത്തിക്കൊണ്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി നമ്മുടെ ഇമേജിലുള്ള ലൈറ്റ്നെസ്സിൽ മാറ്റം വരുത്താൻ അടിയിലുള്ള ലൈറ്റ്നെസ്സിൻ്റെ എമൗണ്ടിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇമേജ് മുഴുവനായിട്ടും ഡാർക്ക് ആക്കാനും മുഴുവനായിട്ടും അങ്ങോട്ട് ബ്രൈറ്റ് ആക്കി എടുക്കാനൊക്കെ നമുക്ക് ഈ ലൈറ്റ്നെസ്സിൻ്റെ ഗ്രേഡിൽ മാറ്റം വരുത്തിയാൽ മതി. അടുത്തതായിട്ടുള്ള മറ്റൊരു ഷോർട്ട് കട്ടാണ് Ctrl+M. കീബോർഡിൽ നമ്മളൊരു ഇമേജ് സെലക്ട് ചെയ്തുകൊണ്ട് Ctrl+M എന്ന് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പാനൽ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മൾ കേവ് താഴേക്ക് താഴ്ത്തുകയാണെങ്കിൽ ബ്ലാക്ക് ആവുകയും മുകളിലേക്ക് ഉയർത്തുകയാണെങ്കിൽ ബ്രൈറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ ചിലപ്പോൾ ചില ഇമേജുകളൊക്കെ നമ്മൾ ക്യാമറയിൽ എടുത്ത ഇമേജുകളൊക്കെ ചിലപ്പോൾ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ബ്രൈറ്റ്നെസ് നമുക്കൊന്ന് അല്പം കൂട്ടേണ്ടി വരും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ കേവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യാനുസരണം ഈ കേവ് മുകളിലേക്കും താഴ്ത്തിക്കൊക്കെ താഴ്ത്തിക്കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല കളർ കോമ്പിനേഷൻ ഉള്ളത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഇമേജിൽ വളരെ എളുപ്പത്തിൽ കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് നമുക്ക് ഫോട്ടോഷോപ്പിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന 4 അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കളർ ഗ്രേഡിങ്ങും അതുപോലെ തന്നെ 2 മിനിമൽ ആയിട്ടുള്ള കളർ ഗ്രേഡിങ്ങുമാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി ആയ മൈ ടോക്ക് ടൈം എന്ന ഇൻസ്റ്റഗ്രാം ഐ ഡിയിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. തീർച്ചയായും റിപ്ലൈ ഉണ്ടായിരിക്കും. അപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ചുള്ള മറ്റു ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം.